ഇത് തമിഴ്നാട്ടിലെ ഒരു ടെമ്പിളാണ്. വരണ വഴിക്ക് റോഡിലൂടെ കണ്ടു അകലെന്ന്. അപ്പോൾ കാണാനൊരു മോഹം. അമ്മാതിരി ഭംഗിയുള്ളൊരു മൺമതിലൊക്കെ ആയിട്ടുള്ളൊരു വലിയൊരു മലയൊക്കെ ആയിട്ടുള്ളൊരു അമ്പലം. അവിടെയുള്ളവരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ളിലേക്ക് ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ കയറി. അപ്പോൾ നോക്കിയപ്പോൾ ഒരു മനോഹരമായൊരു കുളം. പക്ഷെ വെള്ളമൊന്നും അധികമില്ല. ഫുൾ കല്ലുകൾ കൊണ്ടാണ്, കണ്ടില്ലേ ചുറ്റിലും. നമുക്ക് എന്തോ ഒരു മനോഹരം, നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. കയറി ചെല്ലുമ്പോൾ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. മുത്തശ്ശിക്ക് ദക്ഷിണയൊക്കെ കൊടുത്തപ്പോൾ പറഞ്ഞു അമ്പലത്തിൽ കയറി പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് അങ്ങനെ നടന്നു. നമ്മളിതേ പോണത് ആ മലയുണ്ട്. ആ മലയുടെ അങ്ങേ അറ്റത്ത് എത്തണം നമ്മൾ. ഈ കാണുന്ന പോലെ ഒന്നുമല്ല കേട്ടോ, അമ്മാതിരി മലയാണ്. അപ്പോൾ കുറച്ച് നേരം ഞാനിങ്ങനെ ആലോചിച്ചു നിന്നു. നട്ടപ്പുറ വെയിലാണ്, വെള്ളം പോലും ഇല്ല. അങ്ങനെ പതിയെ ഞാൻ നടന്നത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. എന്തൊരു ഭംഗിയാണെന്ന് പറയണ്ട, അത്രയും ഭംഗിയുള്ളൊരു സ്ഥലം. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് കയറാനായിട്ട് മുമ്പ് പതിയെ അങ്ങനെ നടന്നിട്ട് അവിടെ എന്താ പ്രതിഷ്ഠ എന്താണെന്ന് അറിയാനായിട്ട് നേരെ അങ്ങോട്ട് നടന്നു. അപ്പോൾ ഒരു സിംഹത്തിൻ്റെ പ്രതിമയൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അഴികളിലൂടെ ഞാനൊന്ന് ചെന്ന് നോക്കിയപ്പോൾ പ്രതിഷ്ഠ എന്താണെന്ന് മനസ്സിലായില്ല. എന്നാലും ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. എന്നിട്ട് പതിയെ, ഇതാണ് ഫ്രണ്ട് ഭാഗം. അപ്പോൾ സ്റ്റെപ്പ് കയറി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. കാരണം ആളുകളൊന്നും അധികം ഇല്ല. ഫാമിലീസൊക്കെ കുറച്ച് നേരം കഴിയുമ്പോൾ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് പിന്നെ കണ്ടത് അവിടെ. അപ്പം എന്തോ ഒരു ആൾസഞ്ചാരമില്ലാത്തൊരു ചെറിയൊരു ഭീകരാന്തരീക്ഷം നമുക്ക് തോന്നി. പിന്നെ നോക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്റ്റെപ്പ് കയറി പതിയെ പതിയെ നടന്നു. കടകളും ഒന്നും കാണാനില്ല. അവിടെ ഒന്നുമില്ല. അമ്മാതിരിയായിരുന്നു. അതിൻ്റെ മുകളിലെത്തിയാൽ മാത്രമേ അവിടെ എന്താണ് എങ്ങനെയാണ് പ്രതിഷ്ഠ എന്താണെന്നൊക്കെ നമുക്കറിയാൻ പറ്റുള്ളൂ. ഇടയ്ക്കൊക്കെ ബെല്ലടിക്കണ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ നിന്ന്. അങ്ങേയറ്റത്തു നിന്ന് കേൾക്കാം. അങ്ങനെ കുറച്ച് നേരം ഞാൻ അവിടെ നിന്നു. അവിടേക്ക് നോക്കി. ഇതാണ് ഫ്രണ്ട് വാതിൽ, തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ പതിയെ സ്റ്റെപ്പൊക്കെ വീണ്ടും കയറി. ഫുൾ കല്ലാണ്, മൊത്തം കല്ല്. കണ്ടു കഴിഞ്ഞാൽ എന്തൊരു ഭംഗിയാണെന്നറിയോ ക്ഷേത്രം കാണാനായിട്ട്. എത്രയോ വർഷം പഴക്കമുണ്ടെന്ന് ചോദിക്കാൻ പോലും അവിടെ ആളുകളില്ല. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലും ഒന്ന് അന്വേഷിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പതിയെ പതിയെ നടന്നപ്പോൾ ചെറിയൊരു വാതിലാണ്. അത് നമുക്ക് നിവർന്ന് നിന്നങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പതിയെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ അല്ല സിംഹമോ പുലിയോ ഗുഹ പോലെ തോന്നുന്നുണ്ട് കണ്ടിട്ടേ. നോക്കാം എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ കയറി. ഇപ്പോൾ 2 പയ്യന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അവന്മാർ ചോദിച്ചു ഒക്കെ വെള്ളം വേണോ, മുകളിൽ കടകളൊന്നും ഇല്ല എന്നൊക്കെ ചോദിച്ചു. ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി. പിന്നെന്തോ അവിടെ ഒരു നെഗറ്റീവ്, അതെൻ്റെ ഒരു തോന്നലായിരിക്കാം. ആളുകളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് അധികം ഞാൻ റിസ്ക് എടുത്തില്ല. അപ്പോൾ ഞാൻ കയറി ചെല്ലുന്നിടത്ത് ഭഗവാൻ ശിവൻ്റെ ക്ഷേത്രമുണ്ട്. പിന്നെ മുകളിലാണ് ക്ഷേത്രം കാണുന്നത്. കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ്. 2 സൈഡിലും കാട്. അത് കാരണം അധികം റിസ്ക് എടുത്തില്ല. എന്തായാലും നല്ല മനോഹരമായ ക്ഷേത്രമാണ്. അതിൻ്റെ മുകളിൽ കയറിയാൽ തന്നെ അറിയാൻ പറ്റില്ല അതിൻ്റെ ഒരു മനോഹാരിത.